രചന അനീഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മാഷേ, എടുക്കാനുള്ള ടോപ്പിക്കിനെ ഒന്നുകൂടി മനസ്സിൽ വിശകലനം ചെയ്ത് ധൃതിയിൽ ക്ലാസ്സിലേക്ക് ഓടുകയായിരുന്നു ആദിത്യൻ. ആ വിളിയിൽ അവനൊന്ന് സ്റ്റെക്കായി. പിന്നീട് ഈർഷ്യയോടെ തിരിഞ്ഞു നോക്കി. എന്താ അവൻ ചോദിച്ചു. എന്താ മാഷേ, ഇന്നെങ്കിലും മുഖത്തുള്ള ദേഷ്യം ഒന്ന് കുറച്ചുകൂടെ? പാർവതി, താനെന്താ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ പറ, ഇനി ക്ലാസ് ഉണ്ട്. അവൻ പറഞ്ഞു. എന്താ കാര്യം സാധനം അറിയാത്ത പോലെ, ഞാനീ തരാമെന്നാ. കൈയുള്ള പുസ്തകം നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നും ഇത് പതിവുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഒരു പുസ്തകവും അതിൻ്റെ ആദ്യ പേജിൽ ഒരു കുറിപ്പും ഉണ്ടാവും. അത് തന്നിട്ട് മറ്റൊന്നും പറയാതെ അവൾ പോവുകയും ചെയ്യും. അവൻ ഓർത്തു. മറുത്തൊന്നും ആലോചിക്കാതെ അവൾ നീട്ടിയ പുസ്തകവുമായി അവൻ നടന്നു. പക്ഷേ ഈ പ്രാവശ്യം അവൻ്റെ ചുണ്ടിൽ ദേഷ്യത്തിന് പകരം ഒരു ചെറിയ പുഞ്ചിരി തത്തിക്കളിച്ചു. അതെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? ഇങ്ങ് വന്നേ, ഞാൻ പറഞ്ഞുതരാം. സാറ് വെക്കോട്ടെ. ഈ ഞാനാരാണെന്നാവും നിങ്ങൾ ചോദിക്കുന്നതല്ലേ? എൻ്റെ പേര് പാർവതി. ഞാൻ സെക്കൻഡ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ്. ഇനി ഈ പുസ്തകവും അത് മേടിച്ച ആളെയും പറ്റി പറയാം. അയ്യോ, അതിനുമുമ്പ് നിങ്ങൾക്ക് വേറെ ആളെ പരിചയപ്പെടുത്തി തരാം. പാർവതി നടന്ന് ഒരു ക്ലാസ് മുറിയിലെത്തി. അവിടെ ഒരു പുസ്തകവും കയ്യിൽ വെച്ച് എങ്ങോട്ടോ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ഉമ്മച്ചി കുട്ടി. പാർവതി പയ്യെ പോയി പിന്നിലൂടെ കെട്ടിപ്പുണർന്നു. ഇതാണ് എൻ്റെ ആമിക്കൊച്ച്. യഥാർത്ഥത്തിൽ ആ പുസ്തകം ഇവൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് കേട്ടോ കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇവൾക്ക് കൊടുത്താലെന്താന്ന്. സ്നേഹം തുറന്നു കാട്ടാൻ ധൈര്യമില്ലാത്തവർ ഈ പണിക്ക് നിൽക്കണ്ടല്ലോ എന്നൊക്കെ. തുറന്നു പറയാൻ അവൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അവൾക്ക് അതിനുള്ള ധൈര്യം ഇല്ലെന്നുള്ളത് ശരി തന്നെയാണ്. അതിൻ്റെ കാരണമുണ്ട്. എൻ്റെ ആമി ഒരു ഊമയാണ്. ഊമയായ അവളുടെ പ്രണയം ആദ്യ സാറ് സ്വീകരിക്കില്ലെന്നൊരു കാര്യം കൊണ്ടാണ് അവൾ ഉൾവലിയുന്നത്. എന്നാൽ അവളിലെ പ്രണയം ആ പുസ്തകങ്ങളിലൂടെ അവൾ പറയാതെ പറയുന്നുണ്ട്. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അങ്ങേർക്ക് മുടിഞ്ഞ മൊഞ്ചാണെന്നേ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല തരുണീമണികളും അങ്ങേറെ നോട്ടമിട്ട് നടപ്പാന്നേ. അപ്പൊ പിന്നെ ഒരു ഊമയായ എൻ്റെ ആമിക്കൊച്ച് ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണെന്നാണ് അവളുടെ വാദം. ഈ ആദി സാറ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊന്നും അല്ല കേട്ടോ. ആള് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചിന് വല്ലപ്പോഴൊക്കെയാണ് ദർശന ഭാഗ്യം തന്നെ കിട്ടുന്നത്. അവൻ്റെ കൊച്ച്. പെട്ടെന്നാണ് അടുത്തിരിക്കുന്ന ബെഞ്ചിൽ നിന്നൊരു സംസാരം അവൾ കേട്ടത്. എടി, നിങ്ങളറിഞ്ഞോ നമ്മുടെ ആദി സാറില്ലേ? അങ്ങേരോട് നമ്മുടെ സാന്ദ്ര മിസ്സിന് എന്തോ ഒരു സംതിങ്. ആ മിസ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാധനം കണ്ട ആരും ഒന്ന് നോക്കിപ്പോവും. എന്നാ ഒരു ലുക്ക, നമ്മുടെ ഉണ്ണിമുകുന്ദനെ പോലെ കട്ട താടിയും മീശയും. ശോ! എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന പാർവതി നോക്കിയത് നമ്മുടെ ആമിക്കൊച്ചിന്റെ മുഖത്തേക്കായിരുന്നു. അവിടെയുണ്ട് ഒരു കൊട്ട മുഖവും വെച്ചിരിക്കുന്ന നമ്മുടെ ആമിക്കൊച്ച്. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ ആമിക്കൊച്ചിന്റെ മനസ്സിലും ആദി സാറിനുള്ള പ്രണയം അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. പുസ്തകവും മുടങ്ങാതെ ആ കയ്യിൽ എത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ തിരക്കി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓടുകയായിരുന്നു ആമി. ധൃതിയിൽ പോകുന്ന അവൾ മുന്നിലൂടെ വരുന്ന ആളെ ശ്രദ്ധിച്ചില്ല. കട്ടിയുള്ള എന്തിലോ ചെന്ന് തട്ടി വീഴാനാഞ്ഞു. പക്ഷെ ആരോ അവളെ ചേർത്ത് നിർത്തി. വീഴാൻ പോകുന്ന ആഘാതത്തിൽ കണ്ണും പൂട്ടിയിരിക്കുകയാണ് കക്ഷി. ഏയ്! ആ വിളിയിൽ ഇറുക്കി പൂട്ടിയിരുന്ന ആ കരിമഷിമിഴികൾ തുറന്ന് അവൾ തന്നെ ചേർത്ത് പിടിച്ചയാളെന്ന് നോക്കി. ഒരു നിമിഷം അവളുടെ ഹൃദയം നിലച്ചതുപോലെ അവൾക്ക് തോന്നി. കണ്ണ് ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അവൾ മുന്നിലിരിക്കുന്ന ആളെ നോക്കി. ആദി സാർ. ഡോ, താഴ്ന്നിങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നു. പേടിച്ചു പോയോ? ഒന്ന് നോക്കി നടന്നുകൂടോ തനിക്ക്? ഇപ്പൊ തന്നെ വീണായിരുന്നല്ലോ. പെണ്ണെ, എന്തൊരു നോട്ടായത്. ഒന്ന് ശ്വാസം വിടൂ. അത്രയും അടുത്തായി പതുങ്ങി കേൾക്കുന്ന അവന്റെ ശബ്ദവും അവന്റെ ചുടുനിശ്വാസവും അവളൊന്ന് പിടഞ്ഞുപോയി. സ്വബോധം വീണ്ടെടുത്ത് അവൾ നോക്കിയപ്പോൾ ആട് കിടന്നെടുത്ത് പൂട പോലും ഉണ്ടായിരുന്നില്ല. താനിപ്പോൾ കണ്ട സ്വപ്നം വല്ലതും ആയിരിക്കുമോ എന്ന് വരെ അവൾ ചിന്തിച്ചു. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു. സ്കൂളിലെ ഓണ സെലിബ്രേഷൻ പ്രമാണിച്ച് ഷോപ്പിങ്ങിന് വന്നായിരുന്നു ആമിയും പാർവതിയും. ആമികൊച്ചെ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഇനി എന്തെങ്കിലും അകത്തേക്ക് പോവാതെ ഈ ബോഡി ചലിക്കൂല മോളെ. എഞ്ചിൻ പണി മുടക്കി. എന്നാ വാ കഴിക്കാം, ആമി ആംഗ്യഭാഷയിൽ പറഞ്ഞു. അടുത്ത് കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ കയറി. അപ്പോഴാണ് തൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ പാർവതി ശ്രദ്ധിച്ച്. ആമി, അത് നമ്മുടെ ആദി സാറും സാന്ദ്ര ടീച്ചറും അല്ലേ? ആമി തിരിഞ്ഞു നോക്കി. അതെ, അത് അവര് തന്നെയാ, പാർവതി തീർത്ത് പറഞ്ഞു. ആമി അവരെ സൂക്ഷിച്ച് നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ നിറയുന്ന കണ്ട് നോക്കിയ പാർവതി കാണുന്നു സാന്ദ്ര മിസ്സിന്റെ കൈവെള്ളയിൽ മുത്തുന്ന ആദി സാറിനെയാണ്. ആമിക്ക് തന്റെ ഹൃദയം 100 കഷ്ണങ്ങളായി പൊട്ടിപ്പോകും പോലെ തോന്നി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പെട്ടെന്നുള്ള ഓട്ടമായതുകൊണ്ട് തന്നെ നേർക്ക് വരുന്ന കാർ അവൾ കണ്ടില്ല. അതവൾ ഇടിച്ച് തെറിപ്പിച്ചു. ആമി! പാർവതിയുടെ നിലവിളി അവിടെ ഉയർന്നു. ആരൊക്കെയോ ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പാർവതി അപ്പോഴും അതിന്റെ ഷോക്കിലായിരുന്നു. സെക്കൻഡുകൾ മിനിറ്റുകളായി, മണിക്കൂറുകളായി. പാർവതി ഐസിയുവിന് മുമ്പിൽ കരഞ്ഞിറങ്ങിയ കണ്ണുകളുമായി നിന്നു. പെട്ടെന്ന് ഒരു നേഴ്സ് പുറത്തു വന്നു. ആമിയുടെ ഫാമിലി ആരാ? ഞാനാ, പാർവതി പറഞ്ഞു. തന്നെയല്ല, ആ കുട്ടിയുടെ പാരൻസ് എവിടെയാ? അവൾക്ക് അങ്ങനെ ആരുമില്ല. അവൾ ഓർഫനാണ്. എന്നാൽ അവളുടെ ഗാർഡിയൻസിനെ വിളിക്കും. പിന്നെ ആ കൊച്ചു പഠിക്കുന്ന സ്ഥലത്ത് വിവരം അറിയിക്കും. ആമിക്കൊരു സർജറി വേണ്ടി വരും. ആ വാക്കുകൾ ഒരു ഇടുത്തിയ പോലെയാണ് പാർവതി കേട്ടത്.
സർജറിയോ? അതെ, ആമിയുടെ തലയ്ക്ക് ഡീപ്പായിട്ടൊരു ഇഞ്ചറി ഉണ്ട്. സോ സർജറി അനിവാര്യമാണ്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ പാർവതി തരിസിയുന്നു. വേഗാവട്ടെ, കോളർ ഗാർഡിയൻസ് എന്ന് പറഞ്ഞ് നേഴ്സ് അവിടെ നിന്ന് പോയി. പാർവതി തന്റെ ഫോൺ എടുത്ത് അവർ വിവരം അറിയിച്ചു. ഒപ്പം അവർ പഠിക്കുന്ന കോളേജിലും. നിമിഷങ്ങൾക്കകം അവിടെ അവരെത്തി. സർജറിക്ക് ആമിയെ കൊണ്ടുപോകുന്ന കണ്ട് പാർവതി ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ കൈകോർത്തി പിടിച്ചു. വേഗം ഇങ്ങ് വന്നേക്കണേ ആമി കൊച്ചേ, ഞാനിവിടെ കാത്തിരിക്കുവാണേ. പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. കണ്ണുകൾ കാഴ്ച മറക്കും വിധം നിറഞ്ഞു തൂവിയിരുന്നു. സമയം പോയിക്കൊണ്ടിരുന്നു. വിവരം അറിഞ്ഞ് കോളേജിലെ സ്റ്റുഡൻസും ടീച്ചർമാരൊക്കെ എത്തിയിരുന്നു. കൂട്ടത്തിൽ ആദി സാറും സാന്ദ്ര മിസ്സും ഉണ്ടായിരുന്നു. പാർവതിക്ക് അവരെ കാണുന്തോറും ദേഷ്യവും വെറുപ്പും ഇരച്ചു കയറി. എന്തിനാണാവും ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നത്? ചത്തോന്നറിയാനാവും. തന്റെ ആമിയുടെ അവസ്ഥ കാരണമായവരെ നോക്കി അവൾ പിറുപിറുത്തു. ആമിക? സാന്ദ്ര മിസ് ചോദിച്ചു. സർജറി കയറ്റി. വലിയ താല്പര്യമില്ലാത്ത പോലെ അവൾ പറഞ്ഞു. എന്നാൽ പാർവതി അതിശയിപ്പിച്ച മറ്റൊന്നായിരുന്നു. കരഞ്ഞിറങ്ങിയ കണ്ണുകളുമായി ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്ന ആദി സാറ്. ഇങ്ങേരെന്തിനാ അങ്ങോട്ട് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നത്? ചാവാൻ കൊലക്കൊടുത്തിട്ട്. ദേഷ്യം കടിച്ചമർത്തി അവൾ മുരണ്ടു. ആമിയുടെ സർജറി നന്നായി തന്നെ കഴിഞ്ഞു. അവളെ പാർവതിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയുള്ളവർ അവളെ സ്വന്തം പോലെ കണ്ട് പരിചരിച്ചു. ദിവസങ്ങൾ ആരെയും നോക്കാതെ പോയിക്കൊണ്ടിരുന്നു. ആമി പഴയ പോലെയായി വന്നു. പക്ഷേ അവൾ എല്ലാത്തിൽ നിന്ന് ഒതുങ്ങി നിന്നു. പാർവതിയോട് പോലും അവൾ അധികം ഇടപഴകാതെയായി. അത് പാർവതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ വീടിന് മുമ്പിൽ ഒരു കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നാണ് പാർവതി. വന്നിരിക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. ആദി സാറിന്റെ ഇവിടെ? അവൾ അല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. എനിക്ക് ആമിയെ ഒന്ന് കാണണം. പറ്റില്ല, അവൾ തീർത്തു പറഞ്ഞു. ആരാ മോളെ അത്? പാർവതിയുടെ അച്ഛൻ ചോദിച്ചു. ആ സാറായിരുന്നു, വരൂ ഇരിക്കൂ, അയാൾ പറഞ്ഞു. എനിക്ക് ആമിയെ ഒന്ന് കാണണം. അതിനെന്താ സാറേ? മോളെ സാറിന് ആമിയോടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ. ശരി അച്ഛൻ. അച്ഛൻ പറഞ്ഞുകൊണ്ട് മറുത്തൊന്നും പറയാതെ അവൾ അവനെ ആമിയുടെ അടുക്കളേക്ക് കൊണ്ടുപോയി. ജനലഴികളിൽ കൈവച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആമി. ആമി താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ശബ്ദത്തെ മനസ്സിലാക്കാൻ ആമിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. തുടിക്കുന്ന ഹൃദയമിടിപ്പോടെ അവൾ തിരിഞ്ഞു നോക്കി. തന്റെ മുമ്പിൽ അതാ ആദി സാർ. ഒരു വേള തനിക്ക് തോന്നിയതാവുമെന്ന് കരുതി അവൾ പുറത്തേക്ക് തന്നെ കണ്ണു നട്ട് നിന്നു. ആമി, എനിക്കറിയാം എന്നോട് തനിക്കിപ്പോൾ ദേഷ്യമാവും. അതിന്റെ കാരണം എനിക്കറിയാം. ഒപ്പം മറ്റൊന്നുകൂടി അറിയാം. ഈ ഉമ്മച്ചിക്കുട്ടിയുടെ ഹൃദയം മുഴുവനും ഈ ഞാനാണെന്ന്. കേട്ടത് വിശ്വസിക്കാനാവാതെ ആമി തിരിഞ്ഞു നോക്കി. ആദി പറഞ്ഞു തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും എന്നിലേക്ക് എത്തുന്ന ആ പുസ്തകങ്ങൾ ആദ്യമൊക്കെ എനിക്ക് വല്ലാതെ ദേഷ്യമായിരുന്നു. പിന്നീട് എപ്പോഴോ അതിലെ വാക്കുകളെ, അതെഴുതുന്ന ഹൃദയത്തെ ഞാനും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു. പാർവതിയാണ് ആദ്യം എഴുതുന്നതെന്നാണ് ആദ്യം ഞാൻ കരുതിയിരുന്നത്. എന്നാൽ കോളേജ് മാഗസിനിൽ കിട്ടിയ നിന്റെ ഒരു കവിതയാണ്, ആ കയ്യക്ഷരങ്ങളാണ് ആ പുസ്തകങ്ങളുടെ, ആ വരികളുടെ യഥാർത്ഥ അവകാശിയെ എനിക്ക് മനസ്സിലാക്കി തന്നത്. അതെ, എനിക്ക് പ്രണയമാണ്. എനിക്ക് വേണ്ടി പ്രണയവരികൾ കുറിച്ച എന്നെ ഒത്തിരി സ്നേഹിച്ച ഉമ്മച്ചിക്കുട്ടിയോട്, ഈ ഊമക്കുയിലിനോട്. കേട്ടത് വിശ്വസിക്കാനാവാത്ത തരിച്ചിന്ന് പോയി ആമി. കണ്ണിന്റെ കാഴ്ചയെ മറക്കും വിധം കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ സ്വബോധം വീണ്ടെടുത്ത് ഡ്രോയർ തുറന്നൊരു പേപ്പറും പേനയും പുറത്തെടുത്ത് അതിലെന്തോ എഴുതി അത് ആദിക്ക് നേരെ നീട്ടി. അപ്പൊ സാന്ദ്ര മിസ്സോ? ആദ്യം അത് വായിച്ചു. ഞാൻ കണ്ടതാ നിങ്ങളെ റെസ്റ്റോറൻറ്റിൽ വെച്ച്. അത് ഞാൻ പറഞ്ഞാൽ മതിയോ? വാതിൽ നിന്നുള്ള ശബ്ദം കേട്ട് ആമി അങ്ങോട്ട് നോക്കി. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ആദി സാറിനെ പോലെ ഒരാൾ. നിങ്ങളുടെ സംസാരം തടസ്സപ്പെടുത്തിയാൽ ക്ഷമിക്കണം. അയാൾ അവർക്ക് നേരെ നടന്നു വരുന്നു. എന്തുപറ്റി ആമികസ്? എന്നെ കണ്ട് ഷോക്കായോ? ഞാൻ ആദിദേവ്. ആദിത്യൻ എൻ്റെ ബ്രദറാ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച ഇരട്ട സഹോദരൻ. ഒരു പുഞ്ചിരിയോടുകൂടി അയാൾ പറഞ്ഞു. സാന്ദ്രന്റെ പ്രിയതമയാണ് ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചവള്. അന്ന് താൻ കണ്ടത് എന്നെയാണ്. ഞാൻ കണ്ടിരുന്നു. ഞങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന തന്നെ. ആദ്യം കോളേജിൽ വെച്ച് തന്നെ കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് അത് ആമയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ വരുമ്പോഴേക്കും തനിക്ക് ആക്സിഡൻ്റായി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. എല്ലാം കണ്ടും കേട്ടും വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു ആമി. അപ്പോൾ ഇനി നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് ആദിതേ അവിടുന്ന് പുറത്തേക്ക് പോയി. ആമി ജനലഴികളെ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ആമി തൻ്റെ തൊട്ടടുത്ത് അറിയുന്ന സാന്നിധ്യവും തൻ്റെ കഴുത്തിൽ അറിയുന്ന ചുടുനിശ്വാസവും ആമി പൊള്ളിപ്പിടഞ്ഞു പോയി. ആമി, എന്നോട് ഇനിയൊന്നിനെ ഈ അവഗണന, അതെന്നെ വല്ലാതെ നോവിക്കുന്നു പെണ്ണേ. ആദിയുടെ കണ്ണുകൾ ഈറനായി. അവൻ കണ്ണുകൾ അടച്ച് അതിനെ പുറത്തേക്ക് ഒഴുക്കി. പെട്ടെന്ന് തന്റെ നെഞ്ചിൽ അറിഞ്ഞ ഭാരത്തിൽ അവൻ കണ്ണു തുറന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ആമിയെ കണ്ട് സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ആമി, ഐ ലവ് യു പെണ്ണേ. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഇനിയുള്ള 7 ജന്മവും എനിക്ക് എൻ്റെ പാതിയായി നിന്നെ മതി പെണ്ണേ. എൻ്റെ ഈ ഊമക്കുയിലിനെ മാത്രം മതി. ആമി, ഞാനൊരു ഉമ്മ വെച്ചോട്ടെ. ആദി ആമിയുടെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്തു. ആ ചോരച്ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അതെ, എന്നാ നോക്കി നിൽക്കുക? അവരൊന്നും മനസ്സമാധാനത്തോടെ ഒന്നും ഉമ്മ വെച്ചോടെ പിള്ളേര്.
അവർ ജീവിക്കട്ടെ അല്ലേ സന്തോഷത്തോടെ.